27ാം രാവ് പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ ഭാഗമാവാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നും വിശ്വാസി ലക്ഷങ്ങൾ മഅ്ദിനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ സമ്മേളനത്തിലെ അടിയന്തര ആവശ്യങ്ങൾ നേരിടുവാൻ വേണ്ടി കേരള ഫയർഫോഴ്സും കേരള പോലീസും സ്വലാത്ത് നഗറിൽ സജ്ജമായി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് സുരക്ഷാ ഡ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടി, അതായത് ഒരു വാഹനം അതിന് ക്രൂ ആണ് സാധാരണ ഒരുക്കുക. ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പരിപാടി നടക്കുന്നത്. അധികം റിസ്ക് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്തലുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ പെർമനൻറ്റ് കെട്ടിടങ്ങളാണ് തൊട്ടടുത്തുള്ള. ഇവിടെ പല സ്ഥാപനങ്ങൾക്കും ഫിക്സഡ് ഫയർ സിസ്റ്റം ഉണ്ട്. ആ ഒരു ഇത് തന്നെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പം വളരെ ഇതായിട്ട് കൈകാര്യം, പിന്നെ ഇവിടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. ഇഷ്ടംപോലെ സ്പേസുകൾ, ഓപ്പൺ സ്പേസുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വാഹനം കടന്നു വരാൻ പറ്റിയ പ്രദേശങ്ങളുണ്ട്. അപ്പം തീപിടുത്തം അല്ലെങ്കിൽ എന്ത് അത്യാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിടാൻ പറ്റിയ സന്നാഹങ്ങളുള്ള ഞങ്ങളുടെ വാഹനമാണ് ഇവിടെ സ്റ്റാൻഡ് ബൈ ഉള്ളത്. വളരെ മാതൃകാപരമായ ഒരു സംഘടനയായിട്ടാണ് നമ്മൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. കാരണം വളരെ ആൾക്കാർക്ക് ഒഴിഞ്ഞു പോകാനുള്ള സ്പേസ് ഉണ്ട്, ഇതിനിടയിൽ ഗ്യാപ്പുകളുണ്ട്. പിന്നെ ഒരിക്കലും ഒരു തിരക്ക് ഞങ്ങൾക്ക് ഒരിക്കലും അനുഭവപ്പെടാറില്ല. ഇത്രയും വലിയൊരു പരിപാടിയായിട്ട് പോലും ഇത്ര ആൾക്കാർ വലിയൊരു തിരക്കൊന്നും അനുഭവപ്പെടാറില്ല. ആൾക്കാർക്ക് ഒഴിഞ്ഞു പോകാനുള്ള സ്ഥലമുണ്ട്, കടന്നു വരാൻ പ്രത്യേക വഴിയുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഉള്ള സംഘടന തന്നെയാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്.